വീട്ടില് ഗ്യാസ് ഇല്ല. പൈസ പലിശയ്ക്ക് ഒരിടത്ത് ഉണ്ടാക്കിയതാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. പുറകിനൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കാനും ബുദ്ധിമുട്ടാണ്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്നു. സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കടുത്ത പ്രതിസന്ധിയിലാണ്. മിക്ക ഹോട്ടലുകളും ഇന്നലെ രാത്രിയോടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ചായ വരെ ഫ്ലാസ്കിനകത്ത് കൊണ്ടുപോയി അത് അവിടെ വെച്ച് കുടിക്കേണ്ട ഗതികേട് വരികയാണ്. നമുക്കൊരിക്കലും സാധിക്കാത്തൊരു വിഷയമാണ് അത്. ഞങ്ങൾ 12 മണി വരെ നടത്തിക്കൊണ്ടിരുന്ന ഇനിയിപ്പോൾ അത് 5 മണി വരെ 6 മണി വരെ ആ ഒരു രീതിയിലോട്ട് മാറി. ഈ ഒരു മാസം വളവ് എടുക്കാൻ പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ കടകളും അടച്ചടച്ച് വരികയാണ്. 7 പേരുണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മക്കളെല്ലാം പറഞ്ഞു വിട്ടു. വീട്ടിലെ ഗ്യാസ് തീർന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് ഇപ്പം ഇവിടെയും ഹോട്ടലില്ല. ഇന്ന് വെറും വയറോടെ തന്നെ പോകേണ്ട ഒരു ഗതികേടാണ് വന്നത്. സൈഡ് ഓടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഡ്രോപ്പ് ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും. ഇന്നലെ ട്രിപ്പ് പോയിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയും ഇവിടെ ഹോസ്റ്റലും കുറെ ആൾക്കാർ സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. നാട്ടിൽ പോകേണ്ടി വരും, നാട്ടിലേക്ക് പോകേണ്ടി വരും. നാട്ടിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലൈറ്റിൽ അടുപ്പ് കൂട്ടി കഴിഞ്ഞാൽ ഫയർഫോഴ്സ് ഓടിപ്പെത്തേണ്ട അവസ്ഥയാണ്. ഫയർഫോഴ്സിനോട് ഒരു ഇത് റിക്വസ്റ്റ് ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ എവിടെയും ഫ്ലൈറ്റ് തീ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പറ്റി വരേണ്ട അവസ്ഥയുണ്ട്. അടുപ്പ് കൂട്ടിയതായിരിക്കും എനിക്ക് തോന്നുന്നത്.